സൂപ്പർ സൂപ്പർ, നല്ല പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെയും. നമുക്കിനി ഇതിന്റെ കുറച്ച് കൂടുതൽ ഫീഡ്ബാക്സ് എങ്ങനെ ഇരുന്നു എന്നുള്ള കമന്റ്സ് നമുക്ക് ചോദിക്കാം ജഡ്ജസിനോട്. ഓവർ ടു രമേശ് ചേട്ടൻ ആൻഡ് പ്രചോദേട്ടൻ. രണ്ടുപേരുടെയും പ്രകടനം ആസ് യൂഷ്വൽ നല്ലതായിരുന്നു. കുറെ തമാശകൾ പറഞ്ഞു. പ്രത്യേകിച്ച് ജിത്തുവിന്റെ എന്താ തിരുനെറ്റി പൂജയോ എന്താ അതിന്റെ പേര്, തിരുനെറ്റി കലശം. തിരുനെറ്റി കലശം വളരെ ഗംഭീരമായിരുന്നു. താങ്കളുടെ തമാശകളും നല്ലതായിരുന്നു അല്ലേ പ്രജോട്ടാ? തീർച്ചയായിട്ടും ലാൽബി, രണ്ടുപേരും നന്നായിരുന്നു. പ്രത്യേകിച്ച് ഈ തിരുനെറ്റി കലശം എന്ന് പറയുമ്പം അല്ലേ, അതൊരു പുതിയ വേർഡാണ്. കാര്യം വിട്ടുപോയാൽ അത് അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റുള്ളൂ. കാര്യം പെട്ടെന്ന് അതിനൊരു കൺഫ്യൂഷൻ. നമ്മുടെ നാട്ടിലേക്ക് ഈ വെളിച്ചപ്പാടുകൾ ഒരുപാട് പേരുണ്ടല്ലോ. വെളിച്ചപ്പാട് വരുമ്പോൾ ഈ ഒരു വീട്ടിൽ മാത്രം ഇയാൾ കയറത്തില്ല, വാസുചേട്ടൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇതെന്താ അവിടെ മാത്രം കയറാത്ത? കാര്യം മറ്റിടത്തെല്ലാം വന്നിട്ട് ആരാ ദേവിയല്ലേ എന്ന് നമ്മൾ ചോദിക്കണം. കാര്യം ദേവിയായിട്ടാണ് വരുന്നത്, ആരാ ദേവിയല്ലെന്ന് പറയണം. അപ്പോൾ ഇയാളുടെ റിലേഷൻ്റെ വീടാണ്, ആ വീട്ടിൽ മാത്രം ഇയാൾ കയറത്തില്ല. കാരണം ഇയാൾ ഈ ഇതും കൊണ്ട് ഇങ്ങനെ തുള്ളി ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കും. ആരാന്ന് മനസ്സിലായോ? അപ്പം നമ്മൾ ദേവിയല്ലേ എന്ന് പറയണം. അപ്പോൾ ഇത് റിലേഷനാണ്. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് ഇങ്ങനെ ആരാ, ഇത് വാസുപാരപ്പനല്ലേന്ന് ചോദിക്കും. ഇയാൾക്കത് ചമ്മല. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്ന വെളിച്ചപ്പാടുകളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അതിനകത്ത് വന്നു. അതുപോലെ ലാൽബി വളരെ രസകരമായിരുന്നു. കാര്യം ഡയലോഗ് സ്വന്തം നാട്ടിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരേഡ് ഗ്രൂപ്പിലൊക്കെ പോയപ്പോൾ നമുക്കറിയാം, സ്വന്തം നാട്ടിലൊരു പ്രോഗ്രാം കിട്ടുമ്പോൾ അവിടെ കൂടുതൽ സ്റ്റാർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ രണ്ടുപേരുടെയും പ്രകടനം കണക്കാക്കുമ്പോൾ ഒന്നാം സ്ഥാനം കിട്ടുന്നത് ജിത്തുവിനാണ്, ആൽബി രണ്ടാമനാണ്. ജിത്തു, ഓൾ ദ ബെസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ എന്താ 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 ഹലോ അവ എന്തു പറ്റി? ആശുപത്രി പോണോ? എന്താ നെഞ്ചുവേനാണോ? അല്ല, എനിക്ക് മുട്ടുന്നു. എന്ത്? എനിക്ക് കവിത എഴുതാൻ മുട്ടുന്നു. ഈ സമയത്ത് എപ്പിസോഡ് തീരാൻ പോകുമ്പോഴോ? കഷ്ടമാണ്. വേണ്ട വേണ്ട, കവിത ഒന്നും ഇവിടെ നടക്കൂല ഏട്ടാ. കവിത ഒന്നും ഇവിടെ വേണ്ട മാവാ. അയ്യോ, വയലാർ ONV എഴുത്തച്ഛനൊക്കെ എന്നെ 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 വിളിക്കുന്നു. ദൈവമേ, അയ്യോ പിഷാരടി. എന്താ പിഷാരടി, കാവ്യദേവതേ, പിഷാരടിനോട് ക്ഷമിക്കണേ. അയ്യോ അമ്മേ, അയ്യോ ഇല്ല, ഞാൻ വരില്ല. ആരാ വിളിക്കുന്നേ? നാറാണത്ത് പ്രാന്തനും മാധവിക്കുട്ടിയൊക്കെ എന്നെ തിരിച്ചു വിളിക്കുന്ന. അയ്യോ ഗാന്ധിജി എന്നെ വിളിക്കല്ലേ, ഞാൻ വരില്ല. എന്താ വേണ്ട? ഇപ്പൊ എന്താ വേണ്ടേ? എനിക്ക് കവിത എഴുതണം. ആരെങ്കിലും ഒരു പേപ്പർ മേനെ പെട്ടത് കൊടുത്തേ. കൂടെ ഒരു കോമ്പസ് എന്താ? കോമ്പസ് എന്തിനാ? എനിക്ക് വൃത്തം വരച്ചിട്ട് എനിക്ക് കവിത വരുള്ളൂ. വൃത്തം വേണം. വേണ്ട വേണ്ട വേണ്ട, ആരെങ്കിലും ഒന്ന് പുറം തടവി കൊടുക്ക്. ശരിക്കും പുള്ളിക്ക് ഇവിടെ പേയ്മെന്റ് ഇല്ല, എന്നാലും ഓവർ ആക്ട് ചെയ്യുന്നുണ്ടോ? എഴുതി കഴിഞ്ഞോ? വികാര കവിതയാണ്. എത്ര വികാരം. പ്രസവം കഴിഞ്ഞ സുഖം. എന്ത് നല്ല കവിത. എന്റെ കവിത, എന്റെ രചന മണ്ഡപമേ, നിന്നെ സമ്മതിച്ചടാ. എന്നാ പിന്നെ അത് ഇവിടെ ഒന്ന് ആലോചിച്ചോളൂ. ഇന്നത്തെ എപ്പിസോഡ് മനോഹരമായ ഒരു കവിതയിലൂടെയാണ് അവസാനിപ്പിക്കുന്നത്. പെട്ടെന്നാണ് അല്ലേ കവിതയുടെ വേദനകൾ വന്നതും ചെയ്തതും. ഞങ്ങൾ ശരിക്കും ഭയന്നു പോയി, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വരെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അത് ഹാർട്ട് അറ്റാക്ക് അല്ലായിരുന്നു, വേദനയായിരുന്നു. കവിതയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആലപിച്ചോളൂ. ഒത്തിരി വേദന സഹിച്ചിരുന്നാലും ഒരു നല്ലൊരു കവിത ഈ ലോകത്തിന് സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് ഈ കിടക്കുന്നത്. വെരി ഗുഡ്. കർണപടങ്ങൾക്ക് സ്വസ്ഥതയെ കാത്ത കർണാടകത്തിലെ പാട്ടുകാരാ, മാക്കനായിലുള്ള മാക്കാച്ചിത്തവളയുടെ പേക്രം സൗണ്ട്സ് എത്ര ധന്യമെന്നോ. മാക്കനായിലുള്ള മാക്കാച്ചിത്തവളയുടെ പേക്രം സൗണ്ട്സ് എത്ര ഭേദമെന്നോ. ഹാർട്ട് അറ്റാക്ക് ആവുമായിരുന്നു ഭേദം.